പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധു പി.കെ. അബൂ ത്വാഹിറിനെ ബ്ലോക്ക് പ്രസിഡന്റാക്കാനുള്ള നീക്കത്തിനെതിരെ മലപ്പുറം വേങ്ങര മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയിൽ പ്രതിഷേധം. പുതിയ പ്രസിഡന്റിനെ കണ്ടെത്താനുള്ള യോഗം ബഹളത്തിൽ കലാശിച്ചു. ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം.കെ. ബാവയുടെ സാന്നിധ്യത്തിലായിരുന്നു യോഗം. ഫൈസൽ നെടുമ്പാല വിശദാംശങ്ങളുമായി. ഫൈസൽ, എന്തുകൊണ്ടാണ് അബൂ താഹിറിനെ പ്രസിഡന്റാക്കുന്നതിൽ ഇത്ര വലിയ എതിർപ്പ് ഉയരുന്നത്? എന്നിട്ട് എന്താണ് സംഭവിച്ചത് പിന്നീട്? സൈഫു, UDFന് മൃഗീയ ഭൂരിപക്ഷമുള്ള ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഒന്നാണ് വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത്. ആ ബ്ലോക്ക് പഞ്ചായത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തർക്കങ്ങൾ ഉണ്ടായിരുന്നു. പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധു അബൂ താഹിറിനെ പ്രസിഡന്റ് ആക്കണമെന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ പിന്നീട് ഇത് അംഗങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് അത് മാറ്റുകയായിരുന്നു. പിന്നീട് പുതിയ പ്രസിഡന്റിനെ അന്ന് തന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അതിനുശേഷം ഒരു വർഷങ്ങൾക്ക് ഇപ്പുറം വീണ്ടും ഇതേ ആളെ, അതായത് ഈ ആരോപണം നേരിട്ട, ഈ എതിർപ്പ് നേരിട്ട ആളെ തന്നെ വീണ്ടും പ്രസിഡന്റ് ആക്കുന്നതിന് വേണ്ടി നിലവിലുണ്ടായിരുന്ന കെ മൻസൂർ കോയ തങ്ങളെ കൊണ്ട് രാജിവെക്കുകയും ഇനിയിപ്പോൾ 22-ാം തീയതി പുതിയ പ്രസിഡന്റായുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യാണ്. അതിനിടയിലാണ് ഇപ്പോൾ വേങ്ങര മുസ്ലിം ലീഗ് മണ്ഡലം കമ്മിറ്റിയിൽ പുതിയ പ്രസിഡന്റ് ആരാകണമെന്നുള്ള ഒരു യോഗം നടന്നത്. ആ യോഗത്തിലാണ് ഇപ്പോൾ ബഹളം ഉണ്ടായിരിക്കുന്നത്. പി.കെ. അബൂ താഹിറിനെ മാറ്റി ആ പുതിയ ആളെ നിയമിക്കണമെന്നുള്ളതായിരുന്നു ഈ അംഗങ്ങളുടെ ആവശ്യം. എന്നാൽ ഈ ആവശ്യം സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നാണ് ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചത് എന്നാണ് അംഗങ്ങൾ പറയുന്നത്. പുതിയ ലീഗിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് മണ്ഡലം നിരീക്ഷകനുമായ എം.കെ. ബാവയുടെ സാന്നിധ്യത്തിലായിരുന്നു യോഗമുണ്ടായിരുന്നത്. മണ്ഡലം സെക്രട്ടറി ഇ.കെ. സുബൈർ മാസ്റ്ററെ പുതിയ പ്രസിഡന്റ് ആക്കണമെന്നാണ് യോഗം ആവശ്യപ്പെട്ടിരുന്നത്. ഇത് അംഗീകരിക്കാൻ തയ്യാറാകാതെ വന്നതോടെയാണ് ഈ കാര്യങ്ങൾ ബഹളത്തിലേക്ക് പോവുകയും നന്ദി പോലും പറയാൻ കാത്തു നിൽക്കാതെ അംഗങ്ങൾ ഇറങ്ങിപ്പോകുന്ന സാഹചര്യവും ഉണ്ടായത്. സൈഫു. ശരി ഫൈസൽ, മറ്റു വാർത്തകളിലേക്ക്.